പഴം ഒരു പൂവുമൊക്കെ വെച്ച് ഭഗവാനെ കളിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട ശക്തിക്കൊത്തവണ്ണം കൊടുക്കണം. ഇപ്പൊ ചിലർ കൊടുക്കുന്ന പോലെ കൊടുത്താലും പോരാട്ടോ. ഇപ്പൊ എങ്ങനെയാ കൊടുക്കണത്? അമ്പലത്തിന് കൊടിമരാൻ വരാൻ പോവാ. അപ്പൊ ഞാൻ വലിയ കാശുകാരനാണ്. അപ്പൊ എന്റെ പേരൊന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അമ്പലത്തിലെ കൊടിമരം സ്വർണ്ണമാക്കാൻ അങ്ങോട്ട് തീരുമാനിക്കും. കമ്മിറ്റിക്കാരോട് പറയും അതിൻ്റെ അടിയിൽ എൻ്റെ പേരും എഴുതി വെക്കണേ. അപ്പൊ കമ്മിറ്റിക്കാർക്ക് ആരുടെ പേര് എഴുതി വെച്ചാൽ ഇതൊക്കെ ഒന്ന് നടന്നു കിട്ടിയാൽ മതി. അപ്പൊ കമ്മിറ്റിക്കാർ സമ്മതിക്കും. സ്വർണ്ണ കൊടിമരം ഉയരും. എൻ്റെ പേര് അതിൻ്റെ അടിയിൽ വരും, ഗിരീഷ് കുമാർ വക. രാത്രിയാകുമ്പോൾ പരമശിവനും പാർവതി ദേവിയും 3 മക്കളും, ആരൊക്കെയാ? ഉണ്ണി, ഗണപതി, മുരുകൻ, അയ്യപ്പസ്വാമി, 3 പേരും കൂടി രാത്രിയാകുമ്പോഴേ ഇറങ്ങുള്ളൂ കേട്ടോ. നടയൊക്കെ അടച്ചു കഴിഞ്ഞാലേ ഭഗവാന്മാരിൽ സഞ്ചരിക്കുള്ളൂ. എന്താ കാര്യം വെച്ചാൽ പകലെങ്ങാനും ഇറങ്ങിയാൽ നമ്മളെ ആരെങ്കിലും ഒക്കെ കാണും. നമ്മളെ ആരെങ്കിലും ഒക്കെ കണ്ടാൽ പരാതിയും പരാധീനതയും കേട്ട് നേരത്തെ കാലത്ത് തിരിച്ചു പോകാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് അവർ തീരുമാനിച്ചു രാത്രിയിലേ ഇറങ്ങുകൊണ്ടു. ഇപ്പൊ അതുമില്ല, രാത്രിയിലും എല്ലാവരും പുറത്തല്ലേ. അപ്പൊ ഇപ്പൊ അവർ ഇറക്കം നിർത്തി. അങ്ങനെ രാത്രിയായപ്പം ഭഗവാൻ ഉടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും ഉടുക്കാത്തയാവല്ലേ. അപ്പൊ പാർവതി ദേവി ഉച്ചയാവുമ്പോഴേ ഒരുക്കമൊക്കെ തുടങ്ങും. സ്ത്രീകൾ അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ നേരത്തെ ഒരുക്കം തുടങ്ങും. പാർവതി ദേവി ഇപ്പോൾ ഒരുക്കമൊക്കെ തുടങ്ങി കാണുമ്പോൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ 3 മക്കളെയൊക്കെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 3 മക്കളും കൂടെ ഹായ് പുതിയ സ്വർണ്ണക്കുട്ടിമാരാ. സന്തോഷമായി മക്കൾക്ക്. മക്കൾ അതിൽ വലിഞ്ഞു കയറാൻ തുടങ്ങുമ്പോൾ പാർവതി പറയും, എടാ മക്കളെ താഴോട്ടിറങ്ങ്, അത് നിന്റെ അച്ഛൻ്റെ വകയൊന്നുമല്ല, അത് രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അത് ഗിരീഷ് കുമാറിൽ വകയാണ്. ദീപാരാധന തൊട്ടെടുത്താൽ ഗോവിന്ദന്റെ വക, നേദ്യത്തിന് ഉരുളിയെടുത്താൽ കൃഷ്ണൻകുട്ടിയുടെ വക, എന്തെടുത്താലും ആരുടെയെങ്കിലും ഒക്കെ വകയാണ്. ഒരു വകയില്ലാത്തവരാ? ഭഗവാനും ഭഗവതി. ഒരു വകയില്ല, അവർക്ക് എല്ലാവരുടെയെങ്കിലും വകയാ. കാരണം ഈശാവാസ്യോപനിഷത്തിൽ മഹർഷിമാരെ കൊണ്ട് അവർ പഠിപ്പിച്ചു, മാ വൃദ്ധ തസ്യസ്വിധനം, വേറൊരാളുടേത് തൻ്റേതാക്കാൻ ആഗ്രഹിക്കരുത്. ഭഗവാനും ആഗ്രഹിക്കില്ല. അപ്പൊ കൊടുക്കുമ്പം പേര് വെക്കാതെ ആളറിയാതെ ശക്തിക്കൊത്തവണ്ണം കൊടുക്കണം. അതാണ് ത്യാഗം. അങ്ങനെ ത്യജിച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ത്യജിച്ചാൽ, ഞാൻ എൻ്റേത് എനിക്കുള്ളത് ത്യജിച്ചാൽ അത്യാജ്യമായ, ത്യജിക്കാൻ പറ്റാത്തതായിട്ടുള്ള ബ്രഹ്മാനുഭവ പ്രാപ്തി ഉണ്ടാകും. അതാണ് ത്യാഗത്തിന്റെ മഹത്വം. അതാണ് ത്യാഗം. ത്യാഗേന ഏവ അമൃതത്വമശ്നുതേ. ആ ത്യാഗമാണ് യജ്ഞരൂപത്തിൽ നവംബർ 1 മുതൽ 11 വരെ നമുക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നത്. പലതരത്തിലുണ്ട്. ഒരു തരത്തിൽ കൂടി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഈശ്വരന്റെ കാരുണ്യം നമ്മുടെ അടുത്തേക്ക് പല രൂപത്തിൽ വരുന്നത് പോലെ ശ്രീരുദ്ര അതിരുദ്ര മഹായജ്ഞത്തിന്റെ പേരിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതിരുദ്രത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ശ്രീരുദ്രം. ശ്രീരുദ്രത്തിന് മറ്റൊരു പേരുമുണ്ട്, ശതരുദ്രീയം. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, നമകം. ഈശ്വരനെ നമിക്കുന്നതായതുകൊണ്ട് അതിന് നമകം. അങ്ങനെ യജുർവേദത്തിലെ ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ യജുർവേദ ശാഖകളിലും ഉള്ളതാണ് ഈ ശ്രീരുദ്രം. 4 വേദങ്ങളാണ് നമുക്കുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങൾക്കും പല ശാഖകളുണ്ട്, ഒറ്റ ശാഖയല്ല. ഇതിന് ഒരു വൃക്ഷം പോലെ പല ശാഖകളോട് കൂടിയതാണ് ഒരു വേദം. അതിന് തൈത്തിരീയം ശാഖയുണ്ട്, കൃഷ്ണയജുർവേദമുണ്ട്, ശുക്ലയജുർവേദമുണ്ട്, ഒരുപാട് ശാഖകളുണ്ട് യജുർവേദത്തിലും. എല്ലാ ശാഖകളിലും ശ്രീരുദ്രമുണ്ട്. ശ്രീരുദ്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നു യാജ്ഞവൽക്യൻ. അമൃതത്വം കിട്ടാൻ എന്ത് ജപിക്കുകയാണ് വേണ്ടത് എന്ന ചോദ്യത്തിന് യാജ്ഞവൽക്യ മഹർഷിയിൽ നിന്ന് പെട്ടെന്ന് വന്ന മറുപടി ശ്രീരുദ്രൻ ജപിക്കുക എന്ന്. ശ്രീരുദ്രൻ ജപിച്ചാൽ അമരത്വം കിട്ടും. ശ്രീരുദ്രൻ ജപിച്ചാൽ അമരത്വം മാത്രമല്ല കിട്ടുക, പിന്നെ